ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് റോൾ ഓഫ് ഡാറ്റ ഇൻ എ. നമുക്ക് എല്ലാവർക്കും അറിയാം എ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ഇന്റലിജൻസ് ആണ്. അത് ഹ്യൂമൻസിനെ പോലെ ലേൺ ചെയ്യാനും ഡിസിഷൻസ് എടുക്കാനും പോസിബിൾ ആണ്. ബട്ട് എ ബ്രെയിൻ വർക്ക് ചെയ്യണമെങ്കിൽ ഇറ്റ് നീഡ്സ് ഡാറ്റ. ഡാറ്റ ഇല്ലെങ്കിൽ ആക്ച്വലി എ എന്ന് പറയുന്നത് ഒരു എം ടി ബ്രെയിൻ പോലെയാണ്. സോ ഡാറ്റ ഈസ് ദ ഫ്യൂവൽ ഓഫ് എ. തിങ്ക് എ ഇസ് എ കാർ റൺ ചെയ്യാനായിട്ട് പെട്രോൾ വേണം അല്ലെ? അതുപോലെ തന്നെയാണ് ഇറ്റ് നീഡ്സ് എക്ക് ഡാറ്റ ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു യൂസർ ഗൂഗിൾ അസിസ്റ്റന്റ് യൂസ് ചെയ്യുന്ന ടൈമിൽ വെതർ പ്രഡിക്ഷൻ ചെയ്യാൻ പറയുന്നു. അതിന് കറക്റ്റ് ആൻസർ കൊടുക്കാൻ ഗൂഗിളിന് വേണ്ടി ബില്യൺസ് ഓഫ് വോയിസ് സാമ്പിൾസും വെതർ ഡാറ്റയും ഓൾറെഡി ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വിത്തൗട്ട് ദാറ്റ് ഡാറ്റ അതിനൊരിക്കലും കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനോ ആൻസർ കൊടുക്കാനോ പറ്റില്ല. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് ക്വാളിറ്റി, ഡാറ്റയുടെ ക്വാളിറ്റി. എക്ക് നല്ല ക്വാളിറ്റി ഡാറ്റ കിട്ടിയാൽ മാത്രമേ കറക്റ്റ് റിസൾട്ട് ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇഫ് പുവർ ഡാറ്റ ആണെങ്കിൽ റോങ് റിസൾട്ട് ആയിരിക്കും പ്രെഡിക്റ്റ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയാം. ഫേസ് റെക്കഗ്നേഷൻ മോഡൽ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ യൂറോപ്യൻ ഫേസസ് മാത്രം കൊടുത്താൽ ഇന്ത്യൻ ഫേസസ് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യില്ല, അത് ബയസ് ആയി പോകും. അതായത് മോഡൽ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൽ മാത്രം നന്നായി വർക്ക് ചെയ്യും, പക്ഷെ മറ്റുള്ളവരിൽ കറക്റ്റ് റിസൾട്ട് കൊടുക്കില്ല. സോ എഐക്ക് ക്ലീൻ, ബാലൻസ്ഡ്, ഡൈവേഴ്സ്ഡ് ഡാറ്റ വേണം. അനദർ കീ കോൺസെപ്റ്റ് ആണ് ഡാറ്റ ക്വാണ്ടിറ്റി. എഐക്ക് ചില ടൈമിൽ സ്മോൾ ഡാറ്റ മതി, പക്ഷെ ഡീപ് ലേണിംഗ് പോലെ കോംപ്ലക്സ് ആയിട്ടുള്ള മോഡൽസിൽ മില്യൺസ് ഓഫ് ഡാറ്റ പോയിന്റ്സ് വേണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെൽഫ് ഡ്രൈവിംഗ് കാർ, അത് ആക്സിഡന്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എഐനെ പ്രാക്ടീസ് ചെയ്യിക്കും ബൈ യൂസിങ് ഡിഫറെന്റ് സിനാരിയോസ്, ഡ്രൈവിംഗ് സിറ്റുവേഷൻസ് കൊടുത്തിട്ട്, ലൈക്ക് നൈറ്റ്, റെയിൻ, ട്രാഫിക് ജാം, ആക്സിഡന്റ് സിനാരിയോസ് ഒക്കെ വെച്ചിട്ട്. ഇതുപോലെ ഡിഫറെന്റ് സിനാരിയോസ് എഐക്ക് കിട്ടണം. അതിനുവേണ്ടി കാർ കമ്പനീസ് ഒക്കെ ബില്യൺസ് ഓഫ് ഇമേജസും വീഡിയോസും കളക്ട് ചെയ്ത് എഐ മോഡലിനെ ട്രെയിൻ ചെയ്യും. ഓൺലി വെൻ എഐ ലേൺസ് ഫ്രം ലാർജ് ഡൈവേഴ്സ് ഡാറ്റ അത് സേഫായി റോഡിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഡാറ്റ യൂസ് ചെയ്തിട്ടാണ് ഇവര് ഇത് ട്രെയിൻ ചെയ്യിക്കുന്നത്. ഡാറ്റയുടെ റോള്, എഐ ഡെവലപ്മെന്റിൽ ഡാറ്റയുടെ റോൾ എന്താണ്? ഫസ്റ്റ് ഡാറ്റ കളക്ഷൻ. ഡാറ്റ കളക്ഷൻ എന്ന് വെച്ചാൽ ഡാറ്റ എല്ലാം കളക്ട് ചെയ്യുന്നു ബൈ യൂസിങ് ഡിഫറെന്റ് സെൻസസ്, യൂസർ ഇൻപുട്ട്, പബ്ലിക്കലി അവൈലബിൾ ഡാറ്റ സെറ്റ്. പബ്ലിക്കലി അവൈലബിൾ ഡാറ്റ സെറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് വെബ്സൈറ്റ്സ്, യൂണിവേഴ്സിറ്റി റിസർച്ച് പേപ്പർ, കേഗിൾ പോലുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഡാറ്റ. ഒരു നല്ല എഐ മോഡൽ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഡാറ്റ പോരാ. എത്രത്തോളം ഡാറ്റ കൂടുതലുണ്ടോ അത്രത്തോളം എഐ മോഡൽ അക്യുറസി കൂടുകയും കറക്റ്റ് ആയിട്ട് പ്രഡിക്ഷൻ നടത്തുകയും ചെയ്യും. അടുത്താണ് ഡാറ്റ പ്രീ പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ ഡാറ്റ ക്ലീനിങ്. ഈ സ്റ്റെപ്പിലാണ് കളക്ട് ചെയ്ത ഡാറ്റനെ ക്ലീൻ ആക്കുന്നത്. റിയൽ വേൾഡിൽ കിട്ടുന്ന ഡാറ്റ കുറച്ചും എപ്പോഴും മെസ്സി ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനകത്ത് മിസ്സിംഗ് വാല്യൂസ് ഉണ്ടാവും, ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റ ഉണ്ടാവും, ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഫോർമാറ്റിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഡേറ്റി ഡാറ്റ വെച്ച് എഐനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് റോങ് ആയിട്ടായിരിക്കും പ്രെഡിക്റ്റ് ചെയ്യുക. സോ ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ സ്റ്റെപ്പാണ്. ഡാറ്റ ക്ലീൻ ചെയ്തില്ല എങ്കിൽ എഐ മോഡലിന് നല്ല പെർഫോമൻസ് ഉണ്ടാവുകയില്ല. അടുത്താണ് മോഡൽ ട്രെയിനിങ്. ഈ സ്റ്റെപ്പിലാണ് ക്ലീൻ ചെയ്ത ഡാറ്റനെ വെച്ചിട്ട് എഐ മോഡൽ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. ക്ലീൻ ചെയ്ത ഡാറ്റ വെച്ചിട്ട് എഐ മോഡല് ഡാറ്റയിലെ പാറ്റേൺസും റിലേഷൻഷിപ്സും ഫീച്ചേഴ്സും ഒക്കെ കണ്ടുപിടിക്കും. നെക്സ്റ്റ് ആണ് മോഡൽ ഇവാലുവേഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ്. ഈ ട്രെയിനിങ് കഴിഞ്ഞിട്ട് എഐ മോഡൽ കറക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യണം. അപ്പോൾ അത് ഓൾവേസ് അക്യുറേറ്റ് ആയിരിക്കണം. ഇതിനായിട്ട് എഐ മോഡലിന് പുതിയ ഡാറ്റ കാണിച്ചു കൊടുക്കും. നമ്മൾ പഴയ ഡാറ്റ യൂസ് ചെയ്ത് ട്രെയിൻ ചെയ്യിക്കാത്ത ആ പുതിയൊരു ഡാറ്റ ആയിരിക്കും ഇവിടെ കൊടുക്കുക. അപ്പൊ ഈ പുതിയ ഡാറ്റ വെച്ചിട്ട് എഐ മോഡല് എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇഫ് കറക്റ്റ് പ്രെഡിക്ഷൻ ആണെങ്കിൽ അത് നമുക്ക് പറയാം നല്ല പെർഫോമൻസ് ആയിരിക്കും എന്ന്. ഇഫ് ഇറ്റ് ഈസ് ഇൻകറക്റ്റ് പ്രെഡിക്ഷൻ ആണെങ്കിൽ ബാഡ് പെർഫോമൻസ് ആയിരിക്കും. അപ്പൊ ഇതെങ്ങനെ ഇംപ്രൂവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാഡ് പെർഫോമൻസ് ആണെങ്കിൽ നമ്മൾ കൂടുതൽ ഡാറ്റ വെച്ച് വീണ്ടും ട്രെയിൻ ചെയ്യും. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മോഡൽ മാറ്റും. വേറെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അൽഗോരിതംസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എ അൽഗോരിതം ചേഞ്ച് വരുത്തും. ഈ പ്രോസസ്സ് ട്രെയിനിങ് കഴിഞ്ഞിട്ടും 1-2 തവണ ഇത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ മോഡൽ കൂടുതൽ അക്യുറസി ഉണ്ടാക്കും. അപ്പോൾ ഇതാണ് റോൾ ഓഫ് ഡാറ്റ ഇൻ എഐ എന്ന് പറയുന്നത്. താങ്ക് യു.